പിന്നീട് നിങ്ങളും പാശ്ചാത്യരും തമ്മിൽ സന്ധിയാകുന്നതാണ്. പക്ഷേ പാശ്ചാത്യങ്ങളുമായി ചില മുസ്ലിം രാജ്യങ്ങൾ പാശ്ചാത്യരോട് സന്ധി പിടിക്കും. എന്നാൽ പാശ്ചാത്യ ശക്തികൾ മുസ്ലിം രാജ്യങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. സന്ധിയാവും, ഒരു പ്രശ്നം വരും, പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ മുസ്ലിം രാജ്യങ്ങളൊക്കെ പാശ്ചാത്യ ശക്തികളുമായി ഒരു സന്ധിക്ക് പോകും, സന്ധിയാവും. പക്ഷേ പാശ്ചാത്യർ മുസ്ലിമീങ്ങളെ ചതിക്കുകയും ചെയ്യും എന്ന്. മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങാടികളായിരുന്നു അമാക്കലും ദാർബിക്കലുമെല്ലാം ശത്രു റോമികളുടെ പടകൾ, പട്ടാളക്കൂട്ടങ്ങൾ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ വലിയ നാശങ്ങൾ ഉണ്ടാവും. ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടി പറയാ. എന്നിട്ട് നമ്മൾ ആ സാഹചര്യത്തെ ഞാനൊന്ന് അങ്ങോട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസുകൾ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. പാശ്ചാത്യ രാജ്യത്ത് എവിടെയെങ്കിലുമുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഒന്നിരിക്കൽ ഭീകരവാദികൾ മറ്റേതെങ്കിലും പേര് പറഞ്ഞിട്ട് അവരെ പാശ്ചാത്യർ വേട്ടയാടുന്നതാണ്. ശ്രദ്ധിക്കണം, ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണം. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ അവർ വേട്ടയാടും. എന്നിട്ട് പാശ്ചാത്യ രാജ്യത്തെ എല്ലാ മുസ്ലിമീങ്ങളെയും അവർ തെരഞ്ഞു പിടിച്ചു കൊല്ലും. നോക്കൂ. പിന്നെയോ അങ്ങനെ പാശ്ചാത്യ രാജ്യത്ത് ശേഷിക്കുകയില്ല അറബിയുൻ വല അറബിയത്തുൻ, ഒരു അറബിയായ ആണോ പെണ്ണോ ശേഷിക്കുകയില്ല. വല വലദു അറബിയിൻ, ഒരു അറബിയുടെ കുട്ടിയോ ശേഷിക്കുകയില്ല. ഇല്ല ഖുതില, കൊല ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നുഅയ്മ ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യൂശികു അല്ലാ യബ്ഖാ ഫീ അർളിൽ അജമി മിനൽ അറബി ഇല്ലാ ഖതീലുൻ ഔ അസീറുൻ. പാശ്ചാത്യ രാജ്യത്ത് ഒന്നിരിക്കൽ കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ബന്ധനാസ്ഥനാക്കപ്പെടുകയോ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യം ഏകദേശം ഇന്നിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഏകദേശം മുസ്ലിമീങ്ങളെ ഒരു താടി വെച്ചവരെയൊക്കെ മുഴുവനും പിടിച്ചുകൊണ്ടിട്ട് ജയിലിലടക്കുന്ന സാഹചര്യം. അതിങ്ങനെ കൂടിയിട്ട് റോമിൽ ബാക്കിയാവുകയില്ല മിനൽ അറബി ഇല്ലാ ഖതീലുൻ ഔ അസീറുൻ, ഒന്നിരിക്കൽ കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ ബന്ധനാസ്ഥനാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം വിശദീകരിക്കുന്നില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിലേക്ക് വരാം. രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് പറയാനുണ്ട്. ഒന്ന്, അറബ് ലോകത്തെ മുസ്ലിം ലോകത്തെ പാശ്ചാത്യ ശക്തികളുടെ വലിയ വിളയാട്ടങ്ങൾ ഉണ്ടാകും. എനിക്ക് ശേഷം 4 കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനമായും 4 കുഴപ്പമുണ്ടാവും. അൽ ഊല യുസ്തഹല്ലു ഫീഹാ ദിമാഉ, ഒന്നാമത്തെ കുഴപ്പത്തിൽ രക്തച്ചൊലിച്ചിലാണ് കാര്യമായി നടക്കുക. വസാനിയ, രണ്ടാമത്തെ കുഴപ്പത്തിൽ യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാല്, രക്തച്ചൊലിച്ചിലും ഉണ്ടാകും, ധനനഷ്ടവും ഉണ്ടാകും മുസ്ലിമീങ്ങൾക്ക്. വസാലിസ, മൂന്നാമത്തെ കുഴപ്പത്തിലാകട്ടെ യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, രക്തച്ചൊരിച്ചിലുണ്ടാകും, ധനനഷ്ടമുണ്ടാകും, സ്ത്രീകൾക്ക് മാനഭംഗവും ഉണ്ടാവും. 3 കാര്യം ഉണ്ടാവും. നാലാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് ചെവിയടച്ചതും കണ്ണ് കാണാത്തതുമായ യുദ്ധമാകുന്നു. സമുദ്രത്തിൽ തിരമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നത് പോലെ മുസ്ലിം ലോകത്ത് ഒരു തരം അരക്ഷിതാവസ്ഥ അനവധി കാലഘട്ടം നിലനിൽക്കുമെന്ന് മുഹമ്മദ് നബി. ലാ യജിദു
അഹദും മിനൻ നാസി മൽജഉൻ തുതീഫു ബിശ്ശാം. അന്ന് എവിടെയും ഒരാൾക്ക് അഭയമുണ്ടാവുകയില്ല. സ്വന്തം വീട്ടിൽ പോലും, സ്വന്തം പിറന്ന മണ്ണിൽ പോലും മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് നബി. അത് ഷാമിൽ കടന്ന് കറങ്ങും. അത് ഇറാഖിനെ മൂടുകയും ചെയ്യും. അറബ് ഭൂഖണ്ഡം മുഴുവനും അത് ഇളക്കി മറിക്കും. ഒന്ന് നിർത്തുക നിർത്തുക എന്ന് പറയാൻ ഒരാൾ പോലും അന്ന് മുസ്ലിമീങ്ങളിൽ ഉണ്ടാവുകയില്ല. ثم لا يعرفون من ناحية إلا انتقت من ناحية أخرى. ഒരു ഭാഗത്ത് ആ കുഴപ്പമില്ലാതാവുമ്പോഴത്തിന് അടുത്ത ഭാഗത്തേക്ക് കുഴപ്പം തുടങ്ങുന്നതാണ്. ഈ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല. എല്ലാ ദിവസങ്ങളിലും കടലിൽ മുങ്ങാൻ പോകുന്നവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാലല്ലാതെ രക്ഷപ്പെടുകയില്ല. മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരിക്കും മുസ്ലിമീങ്ങൾ അവസാനം വരിക. ഇമാം മഹദിക്ക് മുമ്പ് റളിയല്ലാഹു അൻഹു. അന്ന് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? അന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരാൾക്ക് കടലിൽ മുങ്ങിപ്പോകുന്നവൻ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കണം. അപ്പൊ രാവും പകലും ദ്വാരക്കണം, അല്ലാഹുവേ എനിക്ക് കുഴപ്പമുണ്ടാവരുത് എപ്പോഴും വളരെ ചിന്തിക്കണം. അപ്പൊ കൂടിയിരുന്ന ഈ പ്രാർത്ഥനാ സദസ്സുകൾക്കൊക്കെ വലിയ വില ഉണ്ട് തന്നെയാണ് ഇനി നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മനസ്സിലാവേണ്ട ഓരോ ഒറ്റയായും കൂട്ടായും മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം. സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ആള് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കേണ്ടി വന്നാൽ മാത്രമേ ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ആ നിലക്കുള്ള നാശങ്ങൾ ഉണ്ടാകും പാശ്ചാത്യരെ കൊണ്ട്. മുഹമ്മദ് നബി ഒരു കാര്യം കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്കാണ് കയറാം. ഒരു കാര്യം കൂടി പറയട്ടെ. നൂറ്റാണ്ടുകളോളം ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകളോളം മുസ്ലിം ഉമ്മത്തിന്റെ ചുക്കാൻ പിടിച്ച ഒരു സമൂഹം മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായി മാറും. അതിലേക്കുള്ള രംഗമാണ് ഇന്ന് ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഏതാണ് ആ വിഭാഗം? നൂറ്റാണ്ടുകളോളം മുസ്ലിം ലോകത്തിന്റെ ചുക്കാൻ പിടിച്ചവർ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറും. അവർ പിന്നെ ശത്രുക്കൾ തന്നെയായി മാറും. പിന്നെ അവർ യോജിക്കുകയില്ല, ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി മാറും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് അതിപ്രധാനമായ മറ്റൊരു വിഷയം. പാശ്ചാത്യർ നമുക്കെതിരെ തിരിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅ ഹത്താ തുഖാതിലു തുർക്ക. തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഇതെ ഞാൻ പറയുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വിശ്വാസികളെ? ഒരു കാലത്ത് ഈ ഹദീസിലൊക്കെ അത്ഭുതം തോന്നിയേക്കാം. എന്തുകൊണ്ട്? ഒരു കാലത്ത് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ രക്ഷകരായിരുന്നു തുർക്കികള്. കഅബാലയം നൂറ്റാണ്ടുകളോളം കഅബ, ഒട്ടോമൻ തുർക്കികളൊക്കെ എത്രയും വലിയ സംസ്കാരത്തിന്റെ ആളുകളല്ലേ, ഉസ്മാനി തുർക്കികളൊക്കെ എന്നൊക്കെ പറയുന്നത്. ഒരു കാലത്ത് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ രക്ഷകരായിരുന്നു തുർക്കികൾ. ആ കാലത്ത് ഈ ഹദീസൊക്കെ വായിക്കുമ്പോൾ ഒരു പക്ഷേ മനുഷ്യന്മാർക്ക് ശങ്ക തോന്നിയേക്കാം. വിശ്വാസം കൊണ്ടായിരിക്കും അവർ അംഗീകരിച്ചത്. ഈ സാഹചര്യങ്ങളിലേക്ക് അടുത്തു തുടങ്ങി. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി, ലോക മാധ്യമങ്ങൾ കൊണ്ടുവന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ആയത്ത് നിരോധിക്കാൻ തുർക്കി സർക്കാർ ആലോചിക്കുന്നുണ്ട്. മനസ്സിലാവണില്ല, നിങ്ങൾ കേട്ടോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ മതം ഇസ്ലാമാണ് എന്നുള്ള സന്ദേശം നിരോധിക്കണമെന്ന കാര്യം തുർക്കി സർക്കാർ. അതിനൊക്കെ കാരണമാകട്ടെ മുസ്തഫ അത്താതുർക്കാണ്. അയാളാണ് ഈ കുഴപ്പങ്ങളൊക്കെ കൊണ്ടുവന്നത്. മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ നാശങ്ങൾ കൊണ്ടുവന്നത്, തുർക്കികളെ നശിപ്പിച്ചത് മുസ്തഫ അത്താതുർക്കാണ്. അയാളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുതുബ പരിഭാഷ കൊണ്ടുവന്ന കള്ളൻ. അത് അയാളാണ്, ഒക്കെ അയാളാണ്. ഒന്നും വിചാരിക്കരുത്, പറയല്ലാതെ നിർവാഹമില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുതുബ പരിഭാഷ കൊണ്ടുവന്നവൻ, തുർക്കിയെ നശിപ്പിച്ചവനാണ്. തുർക്കിയെ നശിപ്പിച്ചത് മുസ്തഫ കമാൽ അത്താതുർക്കാണ്. വലിയ കള്ളനായിരുന്നു അയാൾ. അതിൻ്റെ മുമ്പ് ലോക ചരിത്രത്തിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഉണ്ടായിട്ടില്ല എന്ന് ലോകം അംഗീകരിക്കുന്ന സത്യമാണ്.
ലോകം അംഗീകരിക്കുന്ന സത്യമാണ്. ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ലോകത്താദ്യമായി ആരംഭിച്ചത് തുർക്കിയെ മാറ്റിമറിച്ച മുസ്തഫ കമാൽ അതാതുർക്കാണ്. അയാളാണ് ആധുനിക തുർക്കിയുടെ ശില്പി എന്ന് ഇന്ന് ചില ആളുകൾ പറയുന്നത്. അയാൾ വഴിയാണ് തുർക്കി നാശമായത്. തുർക്കിയിൽ ഇസ്ലാമിക സർക്കാരിന്റെ പതനമുണ്ടായി. പിന്നെ ഒരുതരം ജനാധിപത്യം വന്നു. ഇന്ന് ആ ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറാനല്ല, ഏകദേശം അങ്ങനെയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ മുസ്ലിം ഇബ്നു അബീ ബക്റത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു നാസും മിൻ ഉമ്മത്തി ബിൽ ബസറ ഇൻദ നഹരിൻ യുഖാലു ദുജ്ല. ടൈഗ്രീസ് നദിയുടെ അരികിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടും. യകൂനു അലൈഹി ജിസ്റുൻ യകൂനു അഹ്ലുഹാ വതകൂനു മിൻ അംസാരിൽ മുഹാജിറൂൻ. പല നാടുകളിൽ നിന്നും ടൈഗ്രീസ് നദിയുടെ തീരത്തേക്ക് മുസ്ലിം അഭയാർത്ഥികൾ വരും. അന്ത്യനാളായി കഴിഞ്ഞാൽ മുഖം തടിച്ചവരും കണ്ണ് കുറിയവരുമായ ഒരു വിഭാഗം ആളുകൾ വരും. ടൈഗ്രീസ് നദിയുടെ തീരത്ത് അവർ താവളമടിക്കുകയും അവർ മുസ്ലിമീകൾക്കെതിരെ കോപ്പുകൂട്ടുകയും ചെയ്യും. മുഖം തടിച്ചവരും കണ്ണ് കുറിയവരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുർക്കികളെയാണ്. ഞാൻ വിശദീകരിക്കണില്ല. അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മുഖം തടിച്ചവരും കണ്ണ് കുറിയവരും എന്ന് പറയുന്നുണ്ട്. തുർക്കി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമിന്റെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ തുഖാതിലു തുർക സിഗാറൽ അയുനി. കണ്ണ് കുറിയവരായ തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കണില്ല. മുസ്ലിമിൽ ഒരുപാട് ഹദീസ് ഉണ്ട്. അവസാനമായി ഈ പാശ്ചാത്യരെ വഴി പിടിച്ചിട്ട് ഇനി ഇറാഖിലേക്ക് കയറി വരുന്ന ആളുകൾ തുർക്കികളാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു ഉമർ ഖാല യൂഷികു ബനൂ ഖൻതുറാ അൻ യുഖ്രിജു അഹ്ലൽ ഇറാഖി മിൻ അർളിഹിം. ഇറാഖി ഭരണകൂടത്തെയും ഇറാഖികളെയും ഈ തുർക്കികൾ അടിപ്പെടുത്തുകയും ഇറാഖികളെ ഇറാഖിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യും എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. عن أبي بريرة عن أبيه قال رسول الله إن أمتي يسوقها قوم عراض الوجوه. മുഖം തടിച്ചവരായ ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തെ തൊളിച്ചു നടക്കും, വേട്ടയാടും. സിഗാറുൽ അയുനി, കണ്ണ് കുറിയവരായ തുർക്കു, അവർ തുർക്കികളാണ്. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലയർബുതുന്ന ഖുയൂലഹും അലാ സവാരിൽ മസ്ജിദി. ഇറാഖിലെ പള്ളിയുടെ തൂണുകളിൽ വരെ അവർ കുതിരകളെ കെട്ടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അതോ ഉറങ്ങുന്നുണ്ടോ? ഞാനിത് 2 ദിവസം പറയാനുള്ള വിഷയമുണ്ട്. ഞാൻ അങ്ങോട്ട് ചുരുക്കാണ്. എന്താ ഈ പറഞ്ഞതിന്റെ താല്പര്യം? ലയർബുതുന്ന ഖുയൂലഹും അലാ സിവാരിൽ മസ്ജിദി. ഇറാഖിലെ പള്ളികളിൽ നിന്ന് ഇറാഖിലെ അവര് കടന്നു കയറുകയും യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരങ്ങളിൽ താവളമടിക്കുകയും മുസ്ലിമീങ്ങളുടെ മേൽ രംഗത്ത് വരികയും ഇറാഖികളെ പുറത്താക്കുകയും ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലയർബുതുന്ന ഖുയൂലഹും അലാ സിവാരിൽ മസ്ജിദി. പള്ളിയുടെ തൂങ്കാലിൽ വരെ കൊണ്ടുപോയിട്ട് അവര് കുതിരകളെ കിട്ടും. കാരണം അവർക്ക് പള്ളിയോട് ബഹുമാനമൊന്നും ഉണ്ടാവില്ല. വളരെ ചിന്തിക്കണം. അങ്ങനെയാണ്. ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഗൾഫിലുണ്ട് തുർക്കികളായ ജോലിക്കാര്, ബാങ്ക് കൊടുത്താൽ നേരെ റൂമിലേക്ക് പോകുന്ന ഒരു കൗമ കൂടുതലുള്ളത് തുർക്കികളാണ്. ബാങ്ക് കൊടുത്താൽ പിന്നെ നേരെ വളരെ അപൂർവമാണ് ഒരു തുർക്കിയൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരിക. അപൂർവം. എത്രയോ പള്ളി പൂട്ടിയിട്ട പള്ളി തുർക്കിയിലുണ്ട്. എന്നാലോ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ലോകത്തെ അതിപ്രധാനം വിശാലതയിൽ ഒന്നാം പ്രാധാന്യമുള്ള പള്ളി മസ്ജിദ് ഇസ്താൻബൂളിലെ പള്ളിയാണ്.
നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ വലിയ കുഴപ്പങ്ങളും നാശങ്ങളും ഒക്കെ അവർ കൊണ്ടുവരും എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ഞാനൊരു വിഷയത്തിലേക്ക് കിടക്കുന്ന കൂടെ അവിടെ 8 മിനിറ്റ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിനോടനുബന്ധിച്ചൊരു നാശം കൂടി ഉണ്ടാവും. ഇപ്പൊ 2 കാര്യം നമ്മൾ പറഞ്ഞു. പാശ്ചാത്യ മുസ്ലിമീങ്ങളെ അടിപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം തുർക്കികൾ മുസ്ലിമീങ്ങൾ കടന്നു കയറുകയും ഷാമിനെയും ഇറാഖിനെയും ഒക്കെ തുർക്കികൾ അടിപ്പെടുത്തുക. ഇങ്ങനെ സ്വന്തം മതത്തിൽ നിന്നും പുറത്തിൽ നിന്നും ഒരു തരം നാശം മുസ്ലിം സമൂഹത്തെ ബാധിക്കുക. അതിനിടയിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടാകും എന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. ടൈഗ്രീസ് ഉറങ്ങുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. ഒരു കാര്യം കൂടി ഉണ്ടാവും. ഈ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഒക്കെ തീരങ്ങളിലേക്ക് ശത്രു സമൂഹം അങ്ങനെ വന്ന് താവളമടിക്കുന്ന കാര്യം അനവധി ഹദീസുകളിൽ കാണുന്നുണ്ട്. അതായത് പാശ്ചാത്യരെ കടന്നു കയറ്റുണ്ടാവും. പിന്നെ അതിന് ശേഷം തുർക്കികളെ തുർക്കികളോടൊക്കെ നമ്മൾ തോൽക്കും. മറ്റേ തോറ്റ് തുന്നം പാടി ഓടും. എല്ലാം കഴിഞ്ഞ് ഓടും, നാശവും. അതിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. യൂഫ്രട്ടീസിൽ സ്വർണ്ണമല, നെഹ്റും ജബലും മിൻ ദഹബിൻ എന്നാണ് ഹദീസ്. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, ബുഖാരിയിലുണ്ട്. അതിന്റെ കരയിൽ താവളമടിക്കുന്ന ശത്രു പടയാളികൾ അതിനു വേണ്ടി പരസ്പരം കൊലപ്പെടുത്തുകയും ചെയ്യും. സ്വഹീഹുൽ ബുഖാരി, രാക്കഥ പറയല്ല, സ്വഹീഹുൽ ബുഖാരി. ഫയഖ്തതിലുന്നാസു ഫമൻ ഹദറഹു ഫഖാല. സ്വഹാബികളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആ സ്വർണ്ണമലയുടെ അരികിൽ ആരെങ്കിലും എത്തിച്ചേർന്നാൽ പോലും ഫലാ യഖുദു മിൻഹു ശൈഅൻ, അതിൽ നിന്ന് എടുക്കരുത്, അത് നാശത്തിന്റെ സ്വർണ്ണമലയാണ്. സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഏകദേശ ചിത്രം ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കാണിച്ചു തന്നതാണ്. സമകാലിക മുസ്ലിം ലോകത്തിൻ്റെയും വരുന്ന ഭാവിയുടെയും ഏകദേശം ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ചുരുക്കത്തിൽ എല്ലാ നിലയിലും ഒരു നാശത്തിന്റെ സാഹചര്യം മുസ്ലിമീങ്ങളെ ബാധിക്കുമ്പോഴാണ് നായകൻ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരിക. അതാണ് നമുക്കിനി പറയാനുള്ളത്. അനിബിൻ സീരീൻ لا يخرج المهدي حتى يكفر بالله جهرا. പരസ്യമായി കാഫറാകാൻ ആളുകൾക്ക് മടിയില്ലാത്ത കാലഘട്ടം വരും. കാരണം ഇസ്ലാമിക മെജോറിറ്റി എന്നത് നഷ്ടപ്പെടും. മുസ്ലിമീങ്ങൾക്ക് എവിടെയും ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യം എല്ലായിടത്തും വരും. അപ്പം മുസ്ലിമീങ്ങൾ തന്നെ ഓരോ ദിവസവും കുറെ ആളുകൾ പരസ്യമായിട്ട് കാഫറാകാം. അതിന് അവർക്ക് മടിയും ഉണ്ടാവുകയില്ല. لا يخرج المهدي حتى يكفر بالله جهرا. നുഐം ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഫത്വയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അലിയിൻ ഖാല ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യബ്സുഖ ബഅലുഹും വജ്ഹ ബഅലിൻ. മുസ്ലിമീങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി തുപ്പി നടക്കുന്ന കാലഘട്ടത്തിലെ മഹ്ദി വരികയുള്ളൂ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് നുഐം ഇബ്നു അഹ്മദ് തന്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പരസ്പരം തുപ്പി നടക്കുക. അതായത് മുസ്ലിമീങ്ങൾ തന്നെ ആ സാഹചര്യം തന്നെയാണല്ലോ ഉള്ളത്. 100 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 പാർട്ടിയല്ലേ. എന്താ പത്ത് സാഹചര്യം? അതൊക്കെ തന്നെ ഈ പറയുന്നത്. അങ്ങോട്ടെങ്ങനെ കയറി വരിക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതന്നെ എന്റെ വകയല്ല, ഒക്കെ എടുത്തു നോക്കിക്കോളൂ, അവിടെ ഉണ്ട്. عن علي قال لا يخرج المهدي حتى يبصق بعضهم في وجه بعض. ഒരുമ എന്ന സാധനം ഉണ്ടാവില്ല. മുസ്ലിമീങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി തുപ്പും. പിന്നെ لا يخرج المهدي حتى يخرج الرجل بالجارية الحسناء. വിലപിടിപ്പുള്ള ഒരു സാധനം എന്നർത്ഥം. വിലപിടിപ്പുള്ള ഒരു സാധനവും കൊണ്ട് ഒരാൾ രംഗത്ത് വരും, പുറത്തു വരും. എന്നിട്ട് അയാൾ പറയും ഇറാഖിലും ഷാമിലൊക്കെ പരിസരത്തുള്ള ആളുകള് അവന് ഏറ്റവും വിലവെളിപ്പുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് പറയും, ഇത് അങ്ങോട്ട് ആരെങ്കിലും എടുത്തോളൂ, അതിന് പകരം എനിക്കൊരു ഭക്ഷണം തന്നാ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഭക്ഷണത്തിന് വേണ്ടി ഇറാഖ്, സിറിയ, ജോർദാൻ, ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭക്ഷണത്തിന് അത്രയും വലിയ ക്ഷാമം ഉണ്ടാകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാവുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വേറെയുണ്ട്. മുസ്ലിം ലോകത്താകെ ഫിത്ന പൊട്ടിപ്പുറപ്പെടും. എന്നാൽ ഏറ്റവും വലിയ ഫിത്ന ഒരു തരം
കളി എല്ലാവരെയും ബാധിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ മറ്റേ വിഷയത്തിലേക്ക് ചെറിയ ഒരു സൂചനയും ഈ കാര്യത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു ലോകകപ്പ് പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാൻ പന്ത് കളിക്കെതിരായിക്കൊണ്ട് പറയല്ല, ഈ കളി ഒരു ജീവിത ശൈലിയാക്കി കൊണ്ടുവരുന്നത് വലിയ നാശം ഇതിന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിമീങ്ങളിൽ ആകെ ഒരു തരം കളി, പിള്ളേർക്ക് കളിക്കാനേ നേരമുള്ളൂ. ഒക്കെ കളി കളി കളി. പിള്ളേർ മാത്രമല്ല, വലിയ ആളുകൾ വരെ എല്ലാം കളി, ഒക്കെ കളി, കളിയോട് കളി കളി തന്നെ. പന്ത് കളി കഴിഞ്ഞ് ലോകകപ്പ് കഴിഞ്ഞാലെങ്കിലും ഇതിന്റെ പ്രശ്നം ഒന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരുന്നു. പിന്നെ 1 മാസം സിദാന്റെ തല കൊണ്ട് കുത്തിയത് ഖൈറായോ ഷർറായോ. പിന്നെ ഒരു മാസം മുസ്ലിം പത്രങ്ങൾ വരെ അതിനു വേണ്ടി ചർച്ച. മുസ്ലിം പത്രങ്ങളിൽ ഏത് പത്രത്തിന് കൊണ്ടാലും വേണ്ടില്ല, എനിക്ക് ആർക്ക് കൊള്ളുന്നുള്ള പ്രശ്നമൊന്നുമില്ല, ചിന്തിക്കാം, ആർക്ക് കൊണ്ടാലും വേണ്ടില്ല. മുസ്ലിം പത്രങ്ങൾ വരെ ചർച്ച. എന്തിന്? തല കൊണ്ടിടിച്ചാൽ അവൻ മറ്റാളും എന്താ പറയാ മറ്റേ രാശി ചത്തുപോയിരുന്നെങ്കിലോ, ചത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോ ചത്തുപോയിരുന്നെങ്കിലോ എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. വെറുതെ ഇങ്ങനെ ഇത് തന്നെ തർക്കം, വിഷയം അത് മാത്രമായി മാറാം. ഒരു തരം കളി മുസ്ലിം ലോകത്തെ ആകെ വ്യാപിക്കുക എല്ലായിടത്തും ഉണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ലല്ലോ. മുസ്ലിമീങ്ങൾ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സമയത്തിന് ഏറ്റവും വിലയുള്ള സമൂഹം മുസ്ലിമീങ്ങൾ. അത് പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമതാനി മഖബൂലുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഹ് ഖാല റസൂലുള്ളാഹി. അനർഘമായ വിലയുള്ള 2 സാധനമാണ് അല്ലാഹു മനുഷ്യനെ ഏൽപ്പിച്ചത്. ഒന്ന് സമയവും ഒന്ന് ആരോഗ്യവുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിനെതിരെ മുസ്ലിമീങ്ങൾ കളിക്കും, ഒരേ രസത്തിന് വേണ്ടിയൊക്കെ എപ്പോഴെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യാം. ആരും കളിക്കാലോ. ഹബീബായ റസൂലുള്ളാഹിയൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ, ഭാര്യ തമാശയും കളിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കളിക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, അതൊക്കെ എപ്പോഴെങ്കിലും ഒരു റാഹത്തിന് വേണ്ടിയാ. ഇത് കളിക്ക് വേണ്ടി തന്നെയുള്ള ജീവിതം, കളി തന്നെ ജീവിതം തന്നെ കളിയാക്കുന്ന രീതി ശരിയാണല്ലോ. എന്റെ അറബ് ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം, അറബ് ലോകത്ത് രാഷ്ട്രീയ ചർച്ചകളില്ല, ഉദ്ദാനതയുടെ ചർച്ചകളില്ല, ഒന്നുമില്ല. ആകെയുള്ള കളി, ആകെയുള്ള ചർച്ച ഖുറത്തുൽ ഖദം, ഫുട്ബോൾ. അതല്ലാത്തൊരു കാര്യമില്ല. മറഡോണയെ ലോകം ആദരിക്കുന്നതിന്റെ മേലെയാണ് മാജിദ് അബ്ദുള്ളയെ സൗദികൾ ആദരിക്കുന്നത്. ഉദാഹരണം പറയാണ്, എനിക്ക് അയാളോടൊന്നും ദേഷ്യമില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത് തന്നെ, കളി ഇത് തന്നെ ചർച്ച, മറ്റൊന്നുമില്ല. സാമൂഹിക ഉദ്യാനതല്ല, രാഷ്ട്രീയ ഉദ്യാനതയെ കുറിച്ച് ചർച്ചയില്ല, മറ്റൊരു ചർച്ചയില്ല, ഒന്നുമില്ല. കളിയല്ലാത്തൊരു വിഷയമല്ല, കളി മാത്രം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഇതായിരിക്കും ഇത് ലോകത്താകെ വ്യാപിക്കും. ഇതാണ് ഫിത്നയുടെ മറ്റൊരു തുടക്കം. ഇതൊക്കെ വ്യാപിക്കുന്ന സമയത്താണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാവുക എന്ന് നിങ്ങൾക്കറിയാലോ. ഏകദേശം സാഹചര്യങ്ങളൊക്കെ നാളെ വരുമെന്ന് ഞാൻ പറയണില്ല. ഏതായാലും ഇതിന്റെ മൂർധന്യാവസ്ഥയായിരിക്കാം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യക്ഷം എന്നാണ് ഈ പറഞ്ഞത്. എന്റെ വക ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ കിതാബ് ഞാൻ എങ്ങനെ കാണിച്ചു, ഒന്നും ഞാൻ എന്റെ വക പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ആരാണ് ഇമാം മഹ്ദി? അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മഹ്ദിയു മിൻ അത്രതി വമിൻ ഔലാദി ഫാത്തിമ. മഹ്ദി എന്റെ കുടുംബമാണ് എന്ന് മുഹമ്മദ് നബി. ഇവിടെ ചില ആളുകൾക്ക് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബം ഗർബയിലെ. ഇത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. ശ്രദ്ധിക്കണം. അബൂദാവൂദ്, ഇമാം മുസ്ലിം അടക്കം എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂദാവൂദ് ഈ ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയതാ. അബൂദാവൂദ് മഹ്ദിയെ കുറിച്ച് ഇമാം മുസ്ലിം വേറെ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തിയതാ. ഇമാം മഹ്ദി ഹദീസ് ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ മഹ്ദിയു മിൻ അത്രതി, മഹ്ദി എന്റെ കുടുംബമാകുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ആദരിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉറക്കെ പറയും, അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ, ആദരിക്കട്ടെ. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരാം. അതിവിടെ ഇടയിൽ വരുന്ന ഒരു വിഷയമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം.
ഒരു കാര്യം ഉറപ്പാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബം ഗർബലയിലെ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം മനുഷ്യലോകം പറഞ്ഞിട്ടില്ല. ഹബീബാ റസൂലുള്ളാഹ് ഒരിക്കൽ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസക്തും ബിഹിമാ. കിതാബുല്ലാഹ് എന്ന് പറയാൻ എളുപ്പമുണ്ട്. രണ്ട് റിവായത്തുണ്ട്. ഒരു റിവായത്ത് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, ഒരു റിവായത്ത് കിതാബുല്ലാഹി വഇത്രതി. ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യം ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അത് നിങ്ങളുടെ എക്കാലത്തെയും തുണയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. വലിയൊരു വിഷയം അവിടെ പറയേണ്ടത്, കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പറയാം. ആരാ രണ്ട് കാര്യം? ഒന്ന് കിതാബുല്ലാഹി ഖുർആനാണ്, രണ്ട് സുന്നത്തു റസൂലിഹി ഹബീബിന്റെ സുന്നത്തുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റിവായത്തോ കിതാബുല്ലാഹി വഇത്രതി. ഒന്ന് ഖുർആനാണ്, ഒന്ന് എൻ്റെ കുടുംബമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവരോട് അസൂയ വെച്ചിട്ട് കാര്യമില്ല, അവരെ ആദരിക്കല്ലാതെ നിർവാഹമില്ല, ദീനുണ്ടാവില്ല. ആ ഭാഗത്തേക്ക് പിന്നെ വരും ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം സൗകര്യപ്പെട്ടാൽ അഹ്ലുൽ ബൈത്ത് എന്നതൊരു വിഷയമാക്കി തന്നെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൊല്ലന് സമയമില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗം ഓടിച്ചു പോകുക ബറക്കത്തിന് വേണ്ടി. ഏതായാലും നോക്കൂ നിങ്ങൾ, അവസാനത്തെ നവോത്ഥാന നായകൻ വരെ മിൻ ഇത്രത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ചോരയായിരുന്നു. മുഹമ്മദ് നബിയുടെ ചോര ഭൂമിയിൽ നിലനിന്നാൽ പിന്നെ വേറെ ആർക്കാ നേതാവാകാൻ അർഹതയുള്ളത്? അതാ കുടുംബത്തിന് മാത്രമാണ്. അത് മുറിയാത്ത കുടുംബമാണ്. അതുകൊണ്ടാണ് ഇന്ന അഅതൈനാകൽ കൗസർ. എന്താർത്ഥം? ഇന്ന അഅതൈനാകൽ കൗസർ, ഇന്ന അഅതൈനാകൽ കൗസർ. ഹൗദുൽ കൗസർ എന്നൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് കൗസർ എന്നോ, കൗസർ എന്നാ പറഞ്ഞത്. കൗസറിന് ഒരുപാട് അർത്ഥമുണ്ട്. ഹൗദുൽ കൗസർ എന്ന അർത്ഥമുണ്ട്, നഹറുൽ കൗസർ എന്ന അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം ഔലാദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എന്റെ വകയല്ല, തഫ്സീറുൽ കബീർ റാസി എടുത്തു നോക്ക്. ഇന്നാ അഅതൈനാകൽ കൗസർ, ഒരിക്കലും തീരാത്ത ഒരു കുടുംബം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എണ്ണം കൂടിയ കുടുംബം, അതാണ് കൗസർ എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നോക്ക്, ഒരൊറ്റ വാക്കാൻ കൂട്ടത്തിൽ പറയാ, എപ്പോഴാ ഈ സൂറത്ത് ഇറങ്ങിയത്? ഈ സൂറത്ത് ഇറങ്ങിയത് ഹബീബായ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മകനായ അബ്ദുള്ള മരിച്ച സമയത്താവുന്നു. അബ്ദുള്ള മരിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു നാടാകെ ഖുറൈശികൾ പാഞ്ഞാടുന്നു. മുഹമ്മദിന്റെ കഥ കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബം തീർന്നു. അതിന് മറുപടി ആണ് എന്ത്? ഇന്നാ അഅതൈനാകൽ കൗസർ, ഒരിക്കലും തീരാത്ത കുടുംബം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, വൽ മുറാദു ബിൽ കൗസരി ഇത്റത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വകയല്ല, തഫ്സീറുൽ കബീർ എടുത്തു നോക്ക്. എല്ലാം തീരും, തീരാത്ത തലമുറ മുഹമ്മദ് നബി. എല്ലാം നേതാക്കളായി വന്നവരൊക്കെ അതുകൊണ്ടാണ് ലികുല്ലി വലില്ലഹു ഖദമു ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരാൾ വലിയാകണമെങ്കിൽ ഒരു അടിത്തറ വേണം, ഒരു നുബുവത്തിന്റെ അടിത്തറ വേണമെന്ന് മഹാനായ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മിൻ ഇത്രത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയുടെ മോനാണ്, സുൽത്താന്റെ മോനാണ്. സുൽത്താന്റെ പേരക്കുട്ടിയാ ആര്? ഷാഫ്. അങ്ങനെയല്ലേ? അതല്ലേ മഹാനായ ഇമാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ലികുല്ലി വലില്ലഹു ഖദമു ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരാൾ വലിയാകണമെങ്കിൽ നുബുവത്തിന്റെ തറ വേണം, നുബുവത്തിന്റെ അടിത്തറ വേണം. എന്റെ വിലായത്തിന്റെ അടിത്തറ എന്റെ ഉപ്പുപ്പയായ മുഹമ്മദ് നബിയുടെ കാലാണ്. മുഹമ്മദ് നബിയിലാണ് ഞാൻ നിന്നിട്ടുള്ളതാണ്. മഹാനായ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. നമുക്ക് ദേഷ്യം ഉണ്ടായിട്ട് കാര്യമല്ല,
അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ പ്രേമിച്ചു എന്നതാണെങ്കിൽ ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു, ഒരിക്കലും ഞാൻ ആ കുറ്റത്തെ തൊട്ട് തൗബ ചെയ്യുകയില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതാണെങ്കിൽ ഞാൻ ഒഴിവാക്കൂല എന്നാ പറഞ്ഞത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് ഉമ്മത്തിന്റെ നവോത്ഥാന നായകന്മാർ അഹ്ലു ബൈത്തിനെ പിടിച്ചോളി മനുഷ്യന്മാരെ. അഹ്ലു ബൈത്തിനെ ഒഴിവാക്കണവർക്ക് സമൂഹ നേതൃത്വം ഉണ്ടാവില്ല. അഹ്ലു ബൈത്തിനെ കിട്ടിയവർ വല്ലാതെ കിട്ടിയവരാണ്. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. വർക്കാട് പറയും മനുഷ്യന്മാരെ, ആമയും മെല്ലെ പറഞ്ഞാൽ അഹ്ലു ബൈത്തിന്റെ ഒപ്പം കൂടിയിട്ടില്ല എന്നാണ് അതിന്റെ മേനാന്ന് ഞാൻ മനസ്സിലാക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പം വന്ന് പെട്ടുപോയോ എന്നൊക്കെ ഉണ്ടാവാം, അങ്ങനത്തെ ഒരു ഉണ്ടാകാം. അഹ്ലു ബൈത്തിനെ കയ്യിൽ കിട്ടാത്തവരൊക്കെ പെട്ടുപോയവർ തന്നെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.